നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇയാളെ അവള് തൂക്കിക്കൊണ്ട് നടക്കുമ്പോ കരുതിയത് നാളെ ഒളിമ്പിക്സിൽ ഓടാൻ പോവെന്നാ. വീണ്ടും ഇയാള് വീൽ ചെയറിലായല്ലോ. സിവിൽ സർവീസ് സെലക്ഷൻ ആയി കഴിഞ്ഞാ ടിവിയിലും പത്രത്തിലൊക്കെ വാർത്ത വരും. ഇയാള് ചത്ത വാർത്ത വായിക്കാൻ ഭാഗ്യം കിട്ടുന്നത് എന്നാണോ എന്തോ. സത്യാമ്മേ, സത്യാമ്മ ഇല്ലേ? ആ ഉണ്ടല്ലോ, അകത്തേക്ക് വരൂ. ഭാമേ, ആരിത്? മാലതിയോ? ഇരിക്കണം മാലതി. നമസ്കാരം രാഘവേട്ടാ. നമസ്കാരം. അങ്ങോട്ടിരിക്കണം. കുടിക്കാൻ എന്താ വേണ്ടത്? ചായയോ കോഫിയോ? അയ്യോ ഒന്നും വേണ്ട സത്യാമ്മേ, പല വീട്ടിൽ നിന്നായി. ഇപ്പൊ തന്നെ ചായ 8:10. ആഹാ, അപ്പൊ കാര്യമായിട്ട് എന്താ വിശേഷം ഉണ്ടല്ലോ? വിശേഷം തന്നെ രാഘവേട്ടാ. ശർമിള മോള് ഗർഭിണിയായിരുന്നല്ലോ. അവളുടെ സീമന്തം നടത്താൻ വെച്ചിരിക്കുക ഈ വരുന്ന വ്യാഴാഴ്ച. അതിന് ക്ഷണിക്കാനാ വീട് വീടാന്തരം കയറി ഇറങ്ങുന്നത്. ഇന്ന് അവളെ കൂട്ടിക്കൊണ്ടുവരാൻ പയ്യന്റെ വീട്ടിലേക്ക് പോവുകയും വേണം. അതെന്താ ഇന്ന് തന്നെ? ഇന്ന് കൂട്ടിക്കൊണ്ടു വന്നാലേ കൂടുതൽ നല്ല വിശേഷമാണെന്നാ ജോത്സ്യർ പറഞ്ഞിരിക്കുന്നത്. എങ്കി അങ്ങനെ തന്നെ നടക്കട്ടെ. ആ, ഇവിടുത്തെ പ്രീതിയും ഗർഭിണിയായിരുന്നല്ലോ. എന്നത്തേക്കാ സീമന്തം നിശ്ചയിച്ചിരിക്കുന്നത്? അതെ മാലതി, പ്രീതിയുടെ സീമന്തം നിശ്ചയിച്ചിട്ടുണ്ട്. ആ, തീയതി കുറിച്ചില്ലാന്നേ ഉള്ളൂ. തീയതി കുറിച്ച് കഴിയുമ്പോ ഭാമി അങ്ങോട്ട് വരും. സന്തോഷം. അപ്പൊ എല്ലാവരും അങ്ങ് എത്തിയേക്കണം. ഓ, ഞാൻ ഇറങ്ങട്ടെ, വൈകിക്കുന്നില്ല. കൊറേ വീടുകളിൽ കൂടി ക്ഷണിക്കാനുണ്ട്. എന്ന് ശരി. ശരി ശരി ശരി. ഭാമേ, രാഘവേട്ട, സീമന്തത്തിന് പ്രീതി ആ വസുമതി വിടുവോ? ആ, എല്ലാം ശുഭമാവുമെന്ന് തന്നെ കരുതാം ഭാമേ, അല്ലാതെ എന്താ ചെയ്യാ? സത്യഭാമേ, നിങ്ങളുടെ വീക്ക് പോയിന്റ് എനിക്ക് പിടികിട്ടി. ഇനി ഇതിൽ പിടിച്ച സുസ്മിതയുടെ അടുത്ത ഗെയിം. ശാരദമ്മേ, ഞങ്ങൾ എങ്ങോട്ട് പോവാനാ ശാരദാമ്മേ? നിങ്ങളെ എങ്ങോട്ടും വിടാനല്ല ശാന്തേ. എന്നെ കൊണ്ടാവുന്ന വിധം ഞാൻ സഹായിക്കാം. അതിന്റെ കൂട്ടത്തിൽ വേറൊരു വരുമാനം കൂടെ ഉള്ളത് നല്ലതല്ലേ? നിങ്ങൾ പോയിക്കോ. അതിന് സമയമായില്ലല്ലോ ശാരദാമ്മേ. ഇനിയിപ്പോ ആര് വരാനാ? പിന്നെന്തിനാ ഈ ഹോട്ടല് തുറന്നു വെച്ചേക്കുന്നത്? നിങ്ങൾ പോയിക്കോ. അമ്മേ, എന്താ? എന്താടി ഇടി? എന്താന്ന്? ശാലിനിക്ക്, അയ്യോ, ശാലിനിക്ക് എന്ത് പറ്റി? ശാലിനി, ഇടി
കാര്യം പറയാൻ. അവള് സിവിൽ സർവീസ് മെയിൻ പരീക്ഷ പാസ്സായമേ. സത്യമാണോ ചേച്ചി? സത്യം. അമ്മ എന്താ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നേ? കുഞ്ഞേച്ചി സിവിൽ സർവീസ് മെയിൻ എക്സാം പാസ്സായെന്ന്. അമ്മ എന്ന് വെച്ച കളക്ടർ പരീക്ഷ പാസ്സായെന്ന്. ഇനി ഒരു ഇന്റർവ്യൂ കൂടി പാസ്സായ ചേച്ചി കളക്ടറാ. ഈശ്വര, സത്യം. സത്യം അമ്മേ. ആഹാ, നിസ്സാര കാര്യമല്ലല്ലോ ശാലിനി മോള് നേടിയത്. ശാരദാമ്മേ, ശരിക്കും ആഘോഷിക്കണം ഇത്. ഹലോ കുഞ്ഞേച്ചി, ഇവിടെ ഞങ്ങള് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് തകർത്തോണ്ടിരിക്കുക. അതിനിടയില് അമ്മ ദാ നിന്ന് കരയുവാ. നമ്മുടെ അമ്മയ്ക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും കരയാനേ അറിയുന്ന നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ മോളെ? ഈ കാലയളവിനിടയിൽ അമ്മയൊന്ന് ഉറക്കെ ചിരിച്ച് കണ്ടിട്ടില്ല ഞാൻ. എന്തായാലും ചേച്ചി കലക്കി തിമിർത്തു കിടുക്കി. ചായക്കട നടത്തി ജീവിക്കുന്നു എന്ന് കളിയാക്കുന്ന കൂട്ടുകാർക്കിടയില് തലയുയർത്തി നേരെ നിൽക്കാലോ ഇനി എനിക്ക്. കുഞ്ഞേച്ചിയാ. ഇനി തന്നെ. ഇനി മോളെ, ആഹാ, ശാരിയേച്ചി, ശാരിയേച്ചി ഉണ്ടായിരുന്നു അവിടെ. ഞാനല്ലേടി ഇവിടെ വന്ന് വിവരം പറഞ്ഞേ. എന്തായാലും ഇപ്പൊ ശാരികേച്ചിയുടെ സങ്കടം മാറിയല്ലോ. ശാരികേച്ചിക്ക് വേണ്ടി ഞാൻ സിവിൽ സർവീസ് സ്വപ്നം തൊലച്ചു എന്നായിരുന്നല്ലോ ചേച്ചിയുടെ സങ്കടം. അതെ മോളെ, അതെന്നും ഒരു നോവായിരുന്നു എന്റെ ഉള്ളില്. ഇനി ആ സങ്കടം വേണ്ട. എവിടെ നിന്നായാലും ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം ഉള്ളിലുണ്ടെങ്കിൽ ശ്രമിച്ചാൽ ലക്ഷ്യത്തിൽ എത്തിച്ചേരാന്ന് എന്നെ പഠിപ്പിച്ചത് വിഷ്ണുവേട്ടനാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.